ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു നെബുലൈസറാണ് ഇവിടെ അൺബോക്സ് ചെയ്യുന്നത്. നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഒമ്രോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് നമ്മൾ നെബുലൈസർ ഇപ്പോൾ വാങ്ങിയത്. ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലുണ്ട്, വാറണ്ടി കാർഡ്, ഇതിൽ അഡൾട്ട് മാസ്ക് ഉണ്ട്, ചൈൽഡ് മാസ്ക്, മൗത്ത് പീസ്, എയർ ട്യൂബ്, ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതാണ് മൗത്ത് പീസ്. ഒരു ചെറിയ കുട്ടികൾക്കുള്ള മാസ്ക്, മുതിർന്നവർക്കുള്ള മാസ്ക്, ട്യൂബ് ഉണ്ട്, നെബുലൈസർ നമ്മൾ ഈ മാസ്ക് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയൊരു ബട്ടൺസ് പോലത്തെ ഒരു സംഭവം എന്താണെന്നുള്ളത് നോക്കാം. ഇതാണ് നമ്മുടെ നെബുലൈസർ വിഷയം. അതിൻ്റെ ഒരു ചെറിയൊരു പീസും കൂടി ഉണ്ടായിരുന്നു. സൈഡിൽ വെച്ചിട്ട് നോക്കാം. ഇതാണ് നെബുലൈസർ. ഈ മെഷീനാണ് നമ്മൾ ആവി പിടിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെ ഒരു സ്വിച്ച് ഓൺ, സ്വിച്ച് ഓഫ് മെഷീൻ കാര്യങ്ങളെല്ലാം സ്വിച്ചുകളുണ്ട്. ഇവിടെയാണ് നമ്മൾ ഈ ഇതിലേക്കുള്ളത് കണക്ട് ചെയ്യുന്നത്. ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇൻസ്ട്രക്ഷൻ മാനുവൽ നോക്കിയിട്ട് അടുത്തത് വിശദമായിട്ട് കാണാം. യെസ്, നമ്മൾ മാനുവലൊക്കെ വായിച്ചു. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു ക്യാപ്പ് ഉണ്ട്, ഉണ്ടല്ലേ? ഇതിങ്ങനെ പയ്യെ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട്, ഇതാണ് ഫിൽറ്റർ. ഈ ഫിൽറ്ററാണ് നമുക്ക് രണ്ടെണ്ണം അഡീഷണൽ ആയിട്ട് തന്നിരിക്കുന്നത്. ഉണ്ട്, ഈ ഫിൽറ്റർ അത് ഓരോ തവണ ഇത് മോശമാകുമ്പോഴത്തേക്ക് നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഇതിങ്ങനെ വെച്ച് സ്ലൈഡ് ചെയ്ത് ക്ലോസ് ചെയ്താൽ മതി. കൂടാതെ ഈ ഹോസിൻ്റെ നമ്മൾ ഒരു അറ്റം ഇവിടെ കണക്ട് ചെയ്യണം. ഈ അറ്റം നമ്മൾ ഇത് കണ്ടില്ല, ഒരു മെഡിക്കേഷൻ ടാങ്ക്, ഇതിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മെഡിസിനൊക്കെ നിറയ്ക്കണത്. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി, ഇതിലേക്ക് വരും. ഈ മെഡിക്കേഷൻ ടാങ്കിലേക്കാണ് നമ്മൾ ഈ മെഡിസിൻ, നമ്മൾ ഈ വാങ്ങിയ ഓരോ മെഡിസിനായിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇത് അടച്ചു വെച്ചിട്ട് ഈ ഓസ് ഇവിടെ ബന്ധിപ്പിച്ചാൽ മതി. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡയറക്റ്റ് വായിലേക്ക് നമുക്ക് വെച്ച് ചെയ്യാവുന്ന ഒരു സംഭവമുണ്ട്. ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഹെയിൽ ചെയ്യേണ്ട ഇങ്ങനെ ഉപയോഗിക്കാം. ഇനി അങ്ങനെയല്ല, നമുക്കത് ഡയറക്റ്റ് ഇത് വേണ്ട, നമുക്ക് മാസ്ക് വെച്ചാൽ മതിയെങ്കിൽ ഈ മാസ്കിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട ഇങ്ങനെ നമുക്ക് വയ്ക്കാം. ഈ മാസ്ക് ഇത്തിരി ഇവിടെ നമുക്കൊന്ന് കെട്ടിടാനുണ്ട്, ജസ്റ്റ് ഇത് പുതിയതായത് കാരണം. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ശരിക്കും നല്ല എഫക്റ്റ് ആയിരിക്കും, കാരണം ഇതിൽ നിന്ന് വെപ്പറൈസ് ചെയ്തിട്ട് ഈ മെഡിസിൻ നമുക്ക് ഒരു വേപ്പർ രീതിയിലായിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ എന്നോട് ജസ്റ്റ് ഇത് ഞാനൊരു മെഡിക്കൽ സ്റ്റോറിൽ കൺസൾട്ട് ചെയ്തിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത് നമ്മളിത് ഉപയോഗിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ പുറത്തൊരു ശുദ്ധവായു കിട്ടുന്ന രീതിയിൽ, ഓക്സിജൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഓപ്പൺ എയറിൽ നമ്മളൊന്ന് നിൽക്കണം, കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യണമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവി പിടിക്കുമ്പോഴത്തേക്കും ഇതൊരു കറക്റ്റ് നമ്മുടെ ശ്വാസം എടുക്കുന്ന വഴിക്ക് തന്നെ നമ്മുടെ ശ്വാസനാളത്തിലേക്ക് ഈ ആവി പോകും. അതാണൊരു മെച്ചം. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ എന്തെങ്കിലുമൊക്കെ മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് ജസ്റ്റ് ആവിയൊക്കെ പിടിച്ച് ഗെയിം കളിക്കോ അല്ലെങ്കിൽ മൊബൈലിൽ യൂട്യൂബോ കാര്യങ്ങളൊക്കെ ബ്രൗസ് ചെയ്യാനും കൂടി പറ്റും. അതാണ് എൻ്റെ ഒരു മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം. ബൈ.